വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുത ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാ പരീക്ഷയ്ക്കും, മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? നിവേദനം തയ്യാറാക്കാം എന്നുള്ളത്. നിവേദനം എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്? നിവേദനം തയ്യാറാക്കാം എന്നുള്ളത് നമ്മൾ എഴുതാനൊക്കെ ഇരിക്കും അല്ലെ. അപ്പൊ നിവേദനം എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാവും അല്ലെ. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ രീതികളൊന്നും അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, അടിപൊളിയായിട്ട് നിവേദനം തയ്യാറാക്കാം. ഇതാ ടീച്ചർ പറഞ്ഞുതരാം. ഒന്ന്, എന്തിനെ പറ്റിയായിരിക്കും? നിങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി തീരുമാനിക്കും നമുക്കിതിനൊരു പരിഹാരം വേണം അല്ലെ. അപ്പൊ നിങ്ങളും കൂടെ സഹകരിച്ചാലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി ഇതൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയാലാണ് നമുക്കത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാല് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറൊക്കെ പറയും നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലേ എന്ന്. ഇതിപ്പോ ഒരു ഒരുമിച്ച് ആളുകൾ പോയി പറയുമ്പോഴാണ് അതിനൊരു പരിഹാരം ഉണ്ടാവുക. അത് ഒരുമിച്ച് ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രശ്നത്തെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എഴുതി തയ്യാറാക്കുന്ന ഒരു നിവേദനമാണ് അല്ലെ, അധികാരികൾക്ക് കൊടുക്കാൻ. അതിനൊരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ എഴുതി തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ നിവേദനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിവേദനത്തിന് 5 മാർക്ക്. ഒരു പ്രവർത്തനത്തിന് നിങ്ങൾക്ക് ഗ്രേഡ് ആണ്, പക്ഷെ സാധാരണ ഒരു 5 മാർക്കായിട്ട് കണക്കാക്കിയിട്ട് 25 മാർക്കാണ് നോക്കാറല്ലേ. അപ്പൊ 5 മാർക്കാണ് ഉണ്ടാവുക. അപ്പോ 5 മാർക്ക് എന്ന് ടീച്ചർ എന്നാ പറയുന്നില്ല, അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ആദ്യം നമ്മള് ആർക്കാണ് സമർപ്പിക്കുന്നത് എന്ന് എഴുതാം. വേണമെങ്കിൽ വേറൊരു രീതിയിലും നമുക്ക് എഴുതാം. പ്രേഷിതാവ്. പ്രേഷിതം വെച്ചാല് നമ്മള്, ആരാണോ കൊടുക്കുന്നത് നമ്മള്. പിന്നെ സ്വീകർത്താവ്, ആർക്കാണോ കൊടുക്കുന്നത് അത്. അങ്ങനെയും എഴുതാം. ഇങ്ങനെയല്ലാതെ ഇത് പ്രേഷിതം എന്നൊക്കെ ഓർമ്മയുണ്ടാവൊക്കെ ചെയ്യൂ കേട്ടോ. ആരാണോ, നിങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോ ഏത് നിവാസികളാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്തെ അല്ലെ സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അങ്ങനെ ഇന്ന സ്കൂളിലെ കുട്ടികള്, GVHSS മേപ്പയൂരിലെ കുട്ടികൾ, അല്ലെങ്കിൽ GVHSS അല്ലെങ്കിൽ GHSS അത്തോളി, അങ്ങനെ ഏതെങ്കിലും ഒരു പേരിലെ ആരാണോ കൊടുക്കുന്നത് അത്, ആർക്കാണോ കൊടുക്കുന്നത് അത്, ജില്ലാ കളക്ടർക്കാണെങ്കിൽ അങ്ങനെ. അതല്ലാതെ നിങ്ങൾക്ക് ഈ രീതിയിലും ഒന്ന് എഴുതാം. ഇങ്ങനെയൊന്ന് എഴുതി തുടങ്ങാം. അത് കൂടാതെ ഇതാണ് മറ്റൊരുത്. ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ആർക്ക് കൊടുക്കുന്നു? തിരുവള്ളൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം. തിരുവള്ളൂർ എന്ന് പറയുന്നത് എന്റെ നാട്ടിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് കുറച്ച് പോയാല് അവിടെ ചാനിയങ്കടവ് പുഴയുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഹൈസ്കൂളിന്റെ പേര് തിരുവള്ളൂർ എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ വിഷയം എന്താണെന്ന് നമ്മൾ എഴുതണം. ആർക്ക് സമർപ്പിക്കുന്നു എന്ന് എഴുതുക. അതിനുശേഷം വിഷയം എന്ത് എന്ന് നമ്മൾ ഇവിടെ എഴുതി. പുഴയെ മാലിന്യമുക്തമാക്കുന്നത് സംബന്ധിച്ചാണ് നമുക്ക് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോ അതിനെ കുറിച്ചാണ് നമുക്ക് പരാതി പറയാനുള്ളത്. പുഴയെ മാലിന്യമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ആ പുഴ, അതൊന്ന് ശരിയാക്കി തരണം, അല്ലെങ്കിൽ ആ രീതി, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയൊന്ന് മാറ്റിത്തരണം എന്ന് നമ്മൾ കലക്ടർക്ക് ഒരു നിവേദനം കൊടുക്കുകയാണ്. എഴുതി തയ്യാറാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് ചോദ്യം. സർ, ഞങ്ങളുടെ സ്കൂളിന് സമീപത്തോടുകൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ അതിൽ ശുദ്ധജലമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴതിൽ അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നിക്ഷേപിക്കുന്നതിനാൽ പുഴയുടെ ഒഴുക്ക് തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ദുർഗന്ധവും വമിക്കുന്നു. ഇതിലെ വെള്ളം കുടിക്കുവാനോ കുളിക്കുവാനോ സാധിക്കുന്നില്ല. ആദ്യം നല്ല രീതിയിൽ കുളിക്കാനും കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നു. ഇപ്പൊ കൃഷിക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഉപയോഗിച്ചവരാകട്ടെ പലതരത്തിലുള്ള രോഗങ്ങളുടെ പിടിയിലാവുകയും ചെയ്യുന്നു. കന്നുകാലികൾക്കും വളർത്തുമൃഗങ്ങൾക്കും
രോഗങ്ങൾ പടരുകയാണ്. കന്നുകാലികൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഒക്കെ രോഗങ്ങൾ പടരുകയാണ് അല്ലെ. നമ്മുടെ ആ പുഴ ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് ജില്ലാ കളക്ടർക്ക് ഒരു അറിയിപ്പ് അല്ലെ നമ്മളൊന്ന് അറിയിക്കുകയാണ്. അതിനൊരു പരിഹാരം വേണമെന്ന് അല്ലേ. ഇതിന്റെ ഒരു ഭാഗം കൂടെ ഇത് അവിടെ ഉണ്ട്. ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ പുഴ ശുചീകരിച്ച് മാലിന്യം നിക്ഷേപിക്കുന്ന, അതിൽ പലരും മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ പുഴ ശുചീകരിച്ചിട്ട് എന്ത് ചെയ്യണം, മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് എതിരെ വേണ്ട നടപടി, അവർക്കെതിരെ നമ്മൾ നടപടി എടുക്കണം എന്ന് ജില്ലാ കളക്ടറോട് അപേക്ഷിക്കുകയാണ് അല്ലെ. വേണ്ട നടപടി സ്വീകരിക്കുകയും, അത് മാത്രം പോരാ, ഇപ്പം നടപടി എടുത്താൽ അവര് അതിന് ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങുമായിരിക്കും. പക്ഷെ പിന്നെ അങ്ങനെ ചെയ്യരുത്, വേറെ ആരും ചെയ്യരുത്. അതിനെന്ത് വേണം, ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അല്ലെ. ബോധവൽക്കരണ പരിപാടികൾ നടത്തവും വേണമെന്ന് നമ്മൾ അദ്ദേഹത്തോട് പറയാണ് അല്ലെ. അങ്ങനെ എഴുതി തയ്യാറാക്കിയ നിവേദനം. ഇനി ഇതാ, ഞാൻ ആദ്യം സ്കൂളിന്റെ പേര് ഇതായിരുന്നു കൊടുത്തത്. ഇത് പോട്ടെ, ഇനിയിപ്പോ വടകര എന്നങ്ങാൻ കൊടുക്കാം. തിരുവള്ളൂരിന്റെ നിയർ ബൈ അല്ലെങ്കിൽ ഓക്കെ. ഡേറ്റ് നമുക്ക് ഇന്നത്തെ ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതല്ലേ ഡേറ്റ്. അതെന്നാണോ നമ്മൾ കൊടുക്കുന്നത് അന്ന്. പിന്നെ ആരാ, എന്ന് തിരുവള്ളൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. ഒരാളല്ല കൊടുക്കുന്നത്, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ പേര് എഴുതാനുള്ള സ്ഥലം, അതിൽ ഒപ്പിടാനുള്ള സ്ഥലം അല്ലെ. ഇപ്പൊ ഞാനുണ്ടെങ്കിൽ എന്റെ പേര് എഴുതാ, ശ്രുതി ഉണ്ട്, പിന്നെ ആരാ, അമ്മു ഉണ്ട്, എക്സെട്രാ അല്ലെ. ഇനിയും കുറെ ആളുകൾ. അപ്പൊ ഞാൻ എന്റെ ഇതൊക്കെ ഇട്ട്, അമ്മുവിന്റെ ഒപ്പൊക്കെ ഇട്ട് അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്തെഴുതാനുള്ള, ഒരു നിവേദനം എഴുതാനുള്ള ഒരു രീതി. ആദ്യം നമ്മൾ പ്രശ്നത്തെ കുറിച്ച് പറയും, അതിനൊരു പരിഹാരം കാണണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കും. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, സർ എന്നും അഭിസംബോധന ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. സർ എന്ന അഭിസംബോധന ചെയ്തിട്ടാണ് നമ്മൾ അത് തുടങ്ങിയത്. അതിനു മുൻപ് ആർക്ക് കൊടുക്കുന്നു, ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്ക്. ആര് സമർപ്പിക്കുന്നു, തിരുവള്ളൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിന്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമാജിനറി നെയിം ഒക്കെ ഇടാട്ടോ. എന്നിട്ട് വിഷയം കൂടെ കൊടുക്കണം. വിഷയം എന്താ, പുഴയെ മാലിന്യമുക്തമാക്കുന്നത്. ഇപ്പൊ മാലിന്യമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്, മാലിന്യമുക്തമാക്കുന്നത് സംബന്ധിച്ച് അതാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ ആണോ, സെറ്റ് ആണോ? അപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊന്നും ഇതുവരെ ജോയിൻ ചെയ്യാത്തവരൊക്കെ വേഗം അങ്ങോട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മാരത്തോണും ലൈവൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ നോട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. ഫ്രീ ആണല്ലോ ക്ലാസ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ടീച്ചറിന്റെ ക്ലാസ്സിന് ലൈക്കും കമന്റും ഒക്കെ നിങ്ങൾ ഇടണം, മനസ്സിലായിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ടീച്ചർ ഇനിയും വരാം. ലൈവ് ക്ലാസ് ഒന്നും കാണാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ബാച്ചിന്റെ കാര്യം, സൈലത്തിലെ 4ാം ക്ലാസ് മുതൽ നീറ്റ് ജെഇ വരെ നമുക്ക് ആപ്പില് ബാച്ച് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പേഴ്സ് ഒക്കെ ഇതാ ഇതിന്റെ അടിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും വിളിച്ച് ജോയിൻ ചെയ്യണം. പലപ്പോഴായിട്ട് നമുക്കിങ്ങനെ ഓഫേഴ്സ് ഒക്കെ വരാറുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ അവിടെ നല്ല ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റ് നടത്തും. പിന്നെന്താണ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ. ഇപ്പൊ യൂട്യൂബിലാവുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അതും കിട്ടില്ല ചിലപ്പോ. പക്ഷെ അവിടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ നല്ല മികച്ച ഫാക്കൽറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ സൈലം ഫാമിലിയിലേക്ക് കടന്നു വരിക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്. ബൈ.